കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ മാമച്ചൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ മാമച്ചൻ, താങ്കൾ ആ സ്പോട്ടിലുണ്ട് എന്ന്, അപകടം നടന്ന ആ സ്പോട്ടിലുണ്ട് എന്ന് അറിയുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണല്ലോ. തീർച്ചയായിട്ടും ഇവിടെ ശക്തമായ പ്രതിഷേധമാണ്. നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇത് കാട്ടാന ശല്യം നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമായി അതിരൂക്ഷമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കീരമ്പാറ പഞ്ചായത്ത്, കുട്ടമ്പഴ പഞ്ചായത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടംമാതിരി ആനകളാണ് തലങ്ങും വിലങ്ങും ജനവാസ മേഖലയിലേക്ക്. പണ്ടൊക്കെ നമുക്കറിയാം, രാത്രി കാലങ്ങളിൽ ഇറങ്ങിയിരുന്ന ആന ഇന്ന് പകല് യഥേഷ്ടം യാതൊരു വ്യത്യാസമില്ലാത്ത രീതിയിൽ ജനങ്ങൾ സഞ്ചരിക്കുന്ന റൂട്ടിൽ കൂടെ സഞ്ചരിക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് യാതൊരുവിധ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. ഇതെല്ലാം ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുക. ആനകളെ ഇപ്പൊ രാത്രി ഓടിക്കുന്നതിനും തുരുത്തുന്നതിനും മറ്റെല്ലാം വനംവകുപ്പ് ഫെൻസിങ് ഇടാൻ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നല്ലാണ്ട് യാതൊരുവിധ തീരുമാനം എടുക്കുന്നില്ല. ഇവിടെ ഇപ്പോ ഒരു എൽദോസ് എന്ന് പറഞ്ഞ ഒരാള് വണ്ടി ഇറങ്ങി പോകുമ്പോൾ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നല്ല കോൺക്രീറ്റ് റോഡിന്റെ സൈഡിൽ വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. എല്ലാം നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. അദ്ദേഹത്തിനെ ചവിട്ടിക്കൂട്ടി, അതായത് അദ്ദേഹത്തിന്റെ ബോഡിയെല്ലാം വലിച്ചു കീട്ടിരിക്കുന്നതാണ്. വളരെ ദയനീയമായ ഒരവസ്ഥ. ഈ അവസ്ഥയുമായിട്ട് ജനങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകും? ജനങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നറിയുന്നു. ഈ ആനയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് അവിടെ ആദ്യം വന്ന ഒരാൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നോ? അവർ കൃത്യസമയത്ത് വരാത്തതാണ് കാരണമെന്ന് മുൻപ് സംസാരിച്ച ഒരാൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അല്ല, തീർച്ചയായിട്ടും ഇതിന്റെ തൊട്ടടുത്താണ് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉള്ളത്. ആ ഫോറസ്റ്റ് സ്റ്റേഷൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആനയോ മറ്റുള്ള കാട്ടുമൃഗങ്ങളോ ഉണ്ടെന്ന് നമ്മൾ അറിയിച്ചാൽ പോലും അവരത് മൈൻഡ് ചെയ്യുന്നില്ലാത്തൊരവസ്ഥയാണ്. അവർക്കതൊരു പ്രശ്നമേ അല്ല. കാരണം അവര് പറയണത് ആന കാട്ടിലല്ലേ ജീവിക്കണം എന്ന് ചോദിക്കുന്നത്. ആന കാട്ടിലാണ് ജീവിക്കുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷെ ആനകളുടെ പെരുപ്പം കൂടിയിട്ട് പണ്ടൊന്നും ആനകൾ ഇതേപോലെ തീറ്റ എടുക്കാനായിട്ട് ജനവാസ മേഖലയിലേക്ക് വരില്ലായിരുന്നു. ഇപ്പോൾ വനത്തിലൊന്നും തീറ്റയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആനകളുടെ അംഗസംഖ്യ വർദ്ധിച്ചു. ആനകളുടെ അംഗസംഖ്യ വർദ്ധിച്ചിട്ട് നമുക്ക് പിടിച്ചു കിട്ടാത്ത പോലെ ആനയുടെ അംഗസംഖ്യ വർദ്ധിച്ചു. അപ്പോൾ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നത്? വന്യമൃഗങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അതിനെയൊക്കെ സീസണൽ ഹണ്ടിങ് അടക്കമുള്ള കാര്യങ്ങളിൽ കൂടി അതിന്റെ അംഗസംഖ്യ നമ്മൾ നിയന്ത്രിക്കുമായിരുന്നു. ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ഇതിപ്പോ കാട്ടാനകളുടെ ഒപ്പം തന്നെ നമുക്ക് മറ്റുള്ള പന്നിയടക്കം, മലയണ്ണാനടക്കം, മുള്ളൻ പന്നി അടക്കം മറ്റുള്ള എല്ലാ മൃഗങ്ങളും ഇറങ്ങിയിട്ട് മനുഷ്യന് ഈ നാട്ടിൽ ജീവിക്കാൻ വളരെ നരക തുല്യമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ പോയിരിക്കുകയാണ്. തീർച്ചയായും കോതമംഗലത്തിന്റെ തന്നെ ഈ പ്രദേശം ഉൾപ്പെടെ നമ്മൾ പലപ്പോഴും ഈ വന്യജീവി ആക്രമണത്തെ കുറിച്ച് പറഞ്ഞതാണ്. താങ്കൾ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ തൂക്കുവേലി ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉറപ്പാക്കണം എന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അത് പാലിക്കപ്പെട്ടിട്ടില്ല. അതിലൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് അല്പസമയം മുമ്പ് വനംവകുപ്പ് മന്ത്രി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്നാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത്? ചെറിയൊരു തുടക്കം പോലും ഈ നിർദ്ദേശം നൽകിയിട്ട് അവിടെ ഉണ്ടായിട്ടില്ലേ? അല്ല, ഇത് എന്താന്ന് വെച്ചാലുണ്ടല്ലോ, ഇതെല്ലാം വനംവകുപ്പിന്റെ കണ്ടമാനം അവരുടെ എല്ലാവരും അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള വാഗ്ദാനങ്ങളല്ലാതെ ഇവിടെ ഫെൻസിങ്ങിന്റെ കാര്യങ്ങളൊന്നും കൃത്യമായി നടക്കുന്നില്ല. ഇവിടെ ഫെൻസിങ് ഇട്ടിട്ട് മാത്രം കാര്യമില്ല. ഫെൻസിങ് ഇട്ട് കഴിയുമ്പോൾ സംഭവിക്കണ, ഫെൻസിങ് ഇട്ട് കഴിയുമ്പോൾ ആ ഫെൻസിങ് പല സ്ഥലങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ ഫെൻസിങ് ഇട്ട് കഴിയുമ്പോൾ അത് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് നടത്തണം. വനത്തിൽ കൂടി പോകുന്ന ലൈനുകളാണ്. അതിനകത്ത് ഒരു കമ്പ് വീഴുകയോ അല്ലെങ്കിൽ വള്ളിപ്പടർപ്പ് കയറുകയോ അങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ സാധനം നിർവീര്യമായി പോവുകയാണ്. വെറുതെ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ കമ്പിയും കാലും കാണുന്നതല്ലാതെ അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുന്നില്ല. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇത് ഫെൻസിംഗ് കൊണ്ടൊന്നും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല. യഥാർത്ഥത്തിൽ ഇതിന് പ്രശ്നത്തിന് പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനവാസ മേഖലയ്ക്ക് ആനകൾ കിടക്കാതെ നല്ല ട്രഞ്ച് താത്തി ആനകളെ അങ്ങോട്ട് കിടക്കാതിരിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ റെയിൽ ഫെൻസിംഗ് പോലുള്ള ഫെൻസിംഗ് ഉണ്ടാക്കണം. അതായത് മറ്റുള്ള ഫെൻസിംഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വന്യമൃഗങ്ങൾ ഇത് വന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് മരം തള്ളിയിട്ട് അത് മറിച്ച് നശിപ്പിച്ചതിന് ശേഷമാണ്. അങ്ങനെ മരം തള്ളിയിട്ടാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അവിടെ ഒരു കുട്ടി മരിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ നിരന്തര പ്രശ്നമായിട്ട് മനുഷ്യന് അസഹനീയമായ രീതിയിൽ, അതായത് പണ്ടത്തെ കാലത്തൊക്കെ മനുഷ്യൻ വന്യമൃഗങ്ങളോട് പടവെട്ടിട്ടാണ് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ആ പഴയ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോയിക്കേപ്പേ. നമ്മളിന്ന് പഴയ കാലത്താണ്. വന്യമൃഗങ്ങളുടെ രൂക്ഷമായ ശല്യം. രൂക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പാടില്ല. കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിൽ വിടാൻ പാടില്ല, രാത്രി ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പാടില്ല, ആളുകളുടെ വീട്ടിലൊരു വിള, നമുക്കൊരു പറമ്പിൽ വന്ന് ടൗണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ. അത് വനം മാത്രമല്ല, വന്യമൃഗങ്ങൾ ടൗണിലേക്ക് ഇറങ്ങിപ്പോലും നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ ഇറങ്ങിപ്പോലും അവിടെയെല്ലാം വിളകളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ കൃഷി നടത്തണ്ടേ? തീർച്ചയായും അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെയും ഒരു പ്രദേശത്തും ഉണ്ടായിട്ടില്ല. താങ്കളുടെ വാക്കുകൾ മനസ്സിലാക്കുന്നു. ശ്രീ മാമച്ചനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം അവിടെ തന്നെയുണ്ട്.